ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീക്കെൻഡായിട്ട് രാവിലെ തന്നെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലാസ് ചായയും കുടിച്ച് നമ്മളിവിടെ റൂമിലിരുന്ന് ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കേട്ടോ. ഇതിങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാം. ഇന്നലെ ഞാൻ ഏറ്റവും നീച്ച സമയത്ത് അപ്പോൾ അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് നേരത്തെ എണീറ്റ സമയത്തുണ്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഓറഞ്ച് കളറായിട്ട് മലയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നു. സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ കാണണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അല്ല, നമ്മൾ റൂമിൽ ഇരുന്നിട്ട് കാണാ പറയുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിരുന്നത് ആ സമയത്ത്. അല്ലല്ല, ഞാൻ പൊതുവെ അതിന് മുന്നേ നീക്കാറുണ്ട്. പക്ഷെ ഞാൻ അല്ല, ആ സമയത്ത് നോക്കുന്നത് സൂര്യനൊക്കെ നോക്കുന്നത് അത് സത്യം. ഞാൻ അടുക്കളയിലായിരിക്കും ലൈഫിൽ അങ്ങനെ സൂര്യനൊന്ന് രാവിലെ എണീറ്റ് നോക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ വന്നപ്പോണ്ട് എന്നുള്ള രീതിയിലാണ് അയ്യോ ഇത് നോക്കും. അപ്പൊ സൂര്യൻ എന്നെ മനസ്സിലായില്ല ജാട തെണ്ടി ഞാൻ ഇന്ന് രാവിലെ ഉദിക്കാറുണ്ട്. ഇതിന് മുന്നേ നീ കണ്ടിട്ടില്ലേ? സത്യമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഞാൻ ആ ഒരു ഇതിൽ. പക്ഷെ അന്ന് എൻ്റെ കൈ ഇങ്ങനെ ഷെയ്ക്കായി അത് കിട്ടിയില്ല. അപ്പം ഞാൻ രമേശേട്ടനോട് പറഞ്ഞു ഇതെനിക്ക് വീഡിയോ വേണം. ഇന്ന് ഞാൻ 6:15 അലാറം വെച്ചു അല്ലേ. ഇതൊരു ആത്മാർത്ഥത നോക്കിക്കെ സൂര്യനെ കിട്ടാൻ വേണ്ടി രമേശേട്ടനെ എണീപ്പിച്ച് ഫുൾ ട്രൈപോഡൊക്കെ വെച്ചു. പക്ഷെ എന്താ ഉണ്ടായിച്ചാൽ ഇന്നത്തെ പണിവാളി ഞാൻ കാണിച്ചു തരാം. കാരണം സൂര്യന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ഇത്ര ഈസി ആയിട്ട് അന്ന് ശരിക്കും ഓറഞ്ച് കളറിൽ വന്നു. പക്ഷെ ഞാനത് ഷെയ്ക്ക് ചെയ്ത് മേഘം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓറഞ്ച് കിട്ടിയില്ല. സൂര്യൻ വന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ സൺറൈസ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഞാൻ എടുത്തോന്നുണ്ട്. നീ പേടിക്കേണ്ടത് ഇന്ന് മാത്രമല്ല എന്നുള്ള തന്നെയാണ്. നാളെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ എത്ര കാലം ഇത് കാണാൻ പറ്റുന്ന അറിയില്ല. ചിലപ്പോ വല്ല ബാത്റൂമിലൊക്കെ പോവാൻ വരുന്ന നേരത്താണ് ഇങ്ങനെ ഉദിക്കുന്നത് കാണേ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രമേശേട്ടൻ പറയില്ല എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല കേട്ടോ ഈ ആസ്വാദനം. പക്ഷെ അല്ല, പൊതുവെ എനിക്കിഷ്ടമാണ് രാവിലെ ഇങ്ങനെ എണീറ്റ് കുറേ നേരം ഇങ്ങനെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു റൂം ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കണതിൻ്റെ മുന്നേ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ റൂം എന്ന് പറയുന്നത് ഇന്ന കളർ വേണം, ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണം എന്ന് ഞാൻ പറഞ്ഞ് അതേപോലെ വേണം എനിക്ക് ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിച്ചു. അപ്പം അതാണ് ഈ റൂം. അപ്പം ഈ ഒരു ലാവൻഡർ പ്ലസ് വൈറ്റ് തീം. അപ്പം ആദ്യം പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ ഇത് ഒരുമാതിരി പേർപ്പിൾ കളറായിരുന്നു. ഈ കളറല്ല. അപ്പം ഞാൻ വിചാരിച്ച പോലെ വന്നില്ല, കുറച്ച് ഡാർക്കായി. അങ്ങനെ പിന്നെയും പെയിൻ്റ് അടിച്ചു, ശരിയായില്ല. അവസാനം അവർക്ക് തന്നെ ഏകദേശം പ്രാന്തായി. പക്ഷെ ലാസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച അതേ കളറ് തന്നെ ഇതിൽ കിട്ടിയപ്പോൾ ഞാൻ എന്താ പറയുക തുള്ളിച്ചാടുക അത്രയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലേക്ക് പാതിരാത്രി വരികയാണെങ്കിലും രാവിലെ വരികയാണെങ്കിലും രാത്രി 12 മണിക്ക് വരികയാണെങ്കിലും ഒരു രാവിലത്തെ ഫീൽ ഉണ്ടാവും, ഒരു ഭയങ്കര ഫീൽ ഉണ്ടാവും. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് വാർഡ്രോബൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇത് വാർഡ്രോബ് ഈ ഒരു റൂം എനിക്ക് ഈ വാർഡ്രോബ് എനിക്ക് എന്താ പറയുക മാറ്റ് ഫിനിഷിൽ വേണമെന്നുണ്ടായിരുന്നു. അതുപോലെ പഴയ ലുക്കിൽ വേണമെന്നുണ്ടായിരുന്നു. വീഡിയോ ഞാൻ എന്തായാലും റൂം ടൂറിൽ കാണിക്കുന്നതായിരിക്കും. അപ്പുറത്തെ സൈഡും കുറച്ച് അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ അതൊക്കെ ചെയ്യാലോ. അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരാമെന്ന് പറയുന്നത്. കാരണം കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ വീട് ഉണ്ടാക്കുന്നവരൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് റെഡി ആവാം. സമയം ഏകദേശം 7:30 ആവാറായി. നമ്മളൊരു 9:30 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ കുളിച്ചിട്ട് നമുക്ക് വേഗം റെഡി ആവും കേട്ടോ. എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് തന്നെ കേളി ഹെയർ മെത്തേഡ് ആക്കട്ടെ. കേളി മെത്തേഡ്, CG മെത്തേഡ്. അതിൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കാണിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അതെന്തായാലും ഒരു ദിവസം ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണ്. എനിക്ക് നല്ല താരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസത്തിന് മേലെ ഇപ്പം ഞാൻ തേക്കുന്നത് നമ്മുടെ വൈദ്യരത്നത്തിൻ്റെ കേശരഞ്ജിനി കേരതൈലുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വൈദ്യരത്നം എന്ന് പറയുന്നത് അഷ്ടവൈദ്യം സംഭവങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റുകളാണ് വൈദ്യരത്നത്തിന്. അപ്പോൾ ഇത് എനിക്ക് നല്ല താരൻ ഉണ്ടായിരുന്നു. അപ്പോൾ താരൻ നന്നായിട്ട് കുറയുന്നു അറിഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ച് തേക്കാൻ തുടങ്ങിയത്. ഞാൻ മാത്രമല്ല മിത്തുക്കുട്ടി. അപ്പോൾ മിത്തുക്കുട്ടിക്ക് നന്നായിട്ട് മുടിയും വളരുന്നുണ്ട്. കാരണം അവർ ഇങ്ങനെ പറഞ്ഞ പോലെ വൈദ്യരത്നത്തിൻ്റെ അഷ്ടവൈദ്യ പാരമ്പര്യം ഉള്ളത്. അപ്പോൾ അഷ്ടവൈദ്യ സംഭവങ്ങളും കൂട്ടുകളൊക്കെ ചേർത്തിട്ടാണ് അവരെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുക. ഈ ഒരു ഇതിലെ എണ്ണയിൽ തന്നെ നമ്മുടെ ഭൃംഗരാജ, അതുപോലെ തന്നെ ചെമ്പരത്തി, നെല്ലിക്ക, ഈ വക സാധനങ്ങളൊക്കെ
കുറേ പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ അവരുടെ 500ഓളം പ്രോഡക്റ്റുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ കുങ്കുമാതി തൈലൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല കുങ്കുമാതി തൈലും. അതുപോലെ തന്നെ അവർക്ക് കുറേ ക്ലിനിക്സ്, അവർ മെയിനായിട്ട് നോക്കണത് എന്താ വെച്ചാൽ ഈ ക്ലിനിക്കുകളും ഹോസ്പിറ്റൽ അങ്ങനത്തെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അവർ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എണ്ണയും കാര്യങ്ങളൊക്കെയാണ്. എണ്ണ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നര വരുന്ന അങ്ങനത്തെ തടയാനും, അതുപോലെ ഡാൻഡ്രഫ് തടയാനും, മുടി നന്നായിട്ട് അത്യാവശ്യം വളരാനും, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഈ ഒരു തൈലം. താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ വെബ്സൈറ്റിന്റെ. അപ്പോൾ ആ സൈറ്റ് വഴി ഡയറക്റ്റ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാം. ഈ കസ്റ്റമർ സർവീസിന്റെ നമ്പർ ഉണ്ട്, അതും കോൺടാക്ട് നമ്പർ ഉണ്ട്, ആ നമ്പറും ഞാനൊന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തേച്ച് ഇത് കഴിഞ്ഞു, ഈ കുപ്പി കഴിഞ്ഞു. വേറെ കുപ്പിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഇതാ നമ്മുടെ ഓണം പ്രോഗ്രാം അല്ലേ, ഇവിടെ കോംപ്ലക്സിലൊരു ഓണം പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും റെഡിയായി. എന്താണ് രംഷേട്ടാ കുർത്തക്ക് ഇട്ടിട്ട് പുലിക്കളിക്ക്? ഞാൻ അവിടെ പുലിക്കളി നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, തറയും പൂതനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പുലി മിസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ പകരം ഞാനാവാലോ. അപ്പൊ അതുകൊണ്ട് ഞാന് പുലിയുടെ വേഷം ഇട്ട. ഇനി പുലിയുടെ ഒരു കുറവ് വേണ്ട അവിടെ പുലിക്കളി അതുപോലെ ഓണല്ലേ. അപ്പൊ അതുകൊണ്ട് പുലിക്കളിക്ക് തയ്യാറായിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ പോണത്. ഇതൊരു അപ്പാർട്ട്മെന്റിലെ ഓണ പ്രോഗ്രാം ആണ്. അപ്പൊ അത് നമുക്ക് പോയി നോക്കാം. തറയൊക്കെ വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഓണം കഴിഞ്ഞാലാണ് ഓരോ ആഴ്ചകളിലായിട്ട് നവംബർ വരെ ഓണ പ്രോഗ്രാം. എല്ലാ ആഴ്ചകളിലും ഓരോരോ സ്ഥലങ്ങളിൽ ഓണ പ്രോഗ്രാമുകളാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് ഗ്രീഷ്മ ഷിനോജ് അവരുടെ അപ്പാർട്ട്മെൻറ്റിലാണ് എല്ലാവരും മലയാളി മംഗന്മാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം തറയും പൂതനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിയാം വെള്ളുവനാട്ടിൽ ഉള്ളവർക്ക് തറ പൂതൻ തിറ എന്നാണ് പറയുമെങ്കിലും നമ്മൾ തറ പൂതൻ എന്നാണ് പറയുക. അതൊരു വല്ലാത്ത നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പണ്ട് മുതലേ നമ്മൾ പൂരത്തിനൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ഒരു തറ പൂതനൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം, കാരണം മാർച്ചിലുള്ള സമയത്ത് എക്സാം ആയതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എന്താ പറയുക, നാട്ടിൽ നിന്നും പുറമേ താമസിക്കുന്നവർക്കാണ് അല്ലേ ഈ വക ഓണത്തിന് കുറച്ചും കൂടെ നൊസ്റ്റാൾജിയ കൂടുതലായതുകൊണ്ടും നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടും ആയിരിക്കും നമ്മൾ ഈ പ്രോഗ്രാംസിനൊക്കെ തറയായാലും പൂതനായാലും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ആയാലും ഒക്കെ മാക്സിമം കളറാക്കാൻ നോക്കുന്നത്. ഇപ്പം മിത്തുക്കുട്ടി തന്നെ മാർച്ചിലൊന്നും നമുക്ക് പോകാൻ പറ്റാത്ത കാരണം, എക്സാം ആയ കാരണം എനിക്ക് തോന്നുന്നു 2 വയസ്സിലെങ്ങാനും തറേനെയൊക്കെ കണ്ടതാവും. പക്ഷെ മിത്തുവിന് ഓർമ്മയില്ല. അപ്പോൾ കുട്ടികൾക്കും ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമുക്ക് അല്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തെയ്യാണെങ്കിലും എല്ലാം നാട്ടിൽ നിന്നും പുറമേക്ക് ഒരുപാട് പേര് മാക്സിമം ഇതിൻ്റെ ഈ കലാരൂപങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഏരിയയിലാണ് ഈ തറയും പൂതനൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അറിയില്ല തെക്കോട്ടൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പൂരത്തിനൊക്കെ. കാരണം എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ ഭാഗത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ തറ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ കളിച്ച് കണ്ണുകൊണ്ടൊക്കെ ഒരു സുന്ദരി കുട്ടി അപ്പോൾ കണ്ണുകൊണ്ടൊക്കെ കളിച്ച് കണ്ണുകൊണ്ട് പൈസ എടുക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു കൊട്ടും അതിൻ്റെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ ഇവിടെ നിറയെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവാതിരക്കളി ആയാലും പിന്നെ അതുപോലെ കുട്ടികളുടെ ഡാൻസ്, കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അത് കഴിഞ്ഞിട്ട് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സദ്യയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, സദ്യ നമ്മുടെ വള്ളുവനാടൻ സദ്യയായിരുന്നു. ചെർപ്പളശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള, നാട്ടിൽ നിന്നും വന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ. ഇതെനിക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കിടുക്കാച്ചി സദ്യയായിരുന്നു. പൊതുവേ നമ്മൾ പറയും ചെർപ്പളശ്ശേരി സദ്യ ഭയങ്കര ഫേമസ് ആണ്, അതായത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സദ്യയാണെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും. പൊതുവേ ഒരു ചൊല്ലുണ്ട് കേട്ടോ, ചെർപ്പളശ്ശേരി വള്ളുവനാടൻ ആ ഏരിയയിലുള്ള സദ്യക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുപോലെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആണ് ആ ഒരു പ്രോപ്പർ സദ്യ. അതിൽ കാളനായാലും, അത് നമ്മുടെ കുറുക്ക് കാളൻ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് കാളനൊക്കെയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ പോയാലും അല്ലെങ്കിലൊക്കെ ചെയ്തതായാലും നമ്മുടെ പ്രോപ്പർ സദ്യ ഇവിടെ കുറവാണ് കിട്ടാറ്, ഇല്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. എൻ്റെ ഇലയിൽ കറിവേപ്പിലല്ലാതെ വേറെ ഒന്നും ബാക്കിയില്ല. മിത്തുകൂട്ടരുടെ ഇലയിലും സെയിം. മിത്തു ആ കാര്യത്തിൽ എൻ്റെ മോളാണ് കേട്ടോ. ബാക്കി പായസം, പാലടയിലും പരിപ്രഥമനായാലും എനിക്കൊന്നും തന്നെ പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി സദ്യ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അടിപൊളി എന്താ പറയാ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഗ്രാം നന്നായി, അടിപൊളിയായിരുന്നു. സദ്യ പക്ഷെ സത്യം ഞങ്ങളെല്ലാവരും എന്താ പറയാ ഭ്രാന്തായി എന്നറിയാ. അത്ര കുറുക്ക് കാളനൊക്കെ ഈ ടേസ്റ്റ് ഞാൻ എത്രയോ കാലമായി കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ്. അതാ നാട്ടിൽ നിന്ന് വന്ന ആളുകളുടെ, അവര് നാട്ടിൽ നിന്ന് കൊടുന്നതാണ് ആളുകൾ. പിന്നെ അച്ഛനൊക്കെ, അച്ഛൻ എന്താ അഭിപ്രായം? ഗുരുവായൂർ അമ്പലത്തില് കല്യാണ സദ്യക്ക് പോയിട്ട് ഇറങ്ങുന്ന പോലെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, അമ്മയ്ക്കും ഒക്കെ അല്ലേ? മിത്ത് മിത്ത് വല്ലതും പറയാണ്ടോ? അയല കാണിച്ചിട്ടുണ്ടോ വീഡിയോയില്? മിത്തു സദ്യ ഫാനാണ്. മിത്തു സദ്യ ഫാനാ. ഒരു സാധനം പോലും ബാക്കി വെക്കാതെ കഴിക്കുന്ന ആളാ. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സദ്യ മിത്തുവിന് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അത് കിട്ടിയപ്പോൾ മിത്തുവിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ? അടിപൊളി വള്ളുവനാടൻ സദ്യ കഴിച്ചിട്ട്. അതെ, പണ്ട് ആരുടെയോ കല്യാണത്തിനെങ്ങാനും കഴിച്ചതാവും. ഇപ്പൊ നമ്മള് മെയിൽ പോകുമ്പോ അധികം കല്യാണം. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നതേ നമുക്ക് ഓർമ്മ ഉണ്ടായുള്ളൂ. എല്ലാവരും ഒരു തരം മത്ത് പിടിച്ച പോലെ ഉറങ്ങായിരുന്നു. പൊതുവേ പറയുമല്ലോ, 4 ഗ്ലാസ് പായസം കുടിച്ചാൽ കിട്ടുന്ന ഒരു കിക്ക് വേറൊന്നിനും കിട്ടില്ലെന്ന്. അതായിരുന്നു ഞങ്ങളുടെ ഒരു അവസ്ഥ. അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലായി. പറഞ്ഞ പോലെ രമേശേട്ടനായാലും ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി അടിപൊളി ഓണത്തിന് ശേഷം ശരിക്കുള്ളൊരു ഓണം കൂടെ ആഘോഷിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പുണ്ട്. അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. അവിടെയാണെങ്കിൽ കുറേ ഇങ്ങനത്തെ പൂജ ഐറ്റംസും അതുപോലെ തന്നെ മെയിനായിട്ട് ഗ്രോസറി, ഗ്രോസറി അല്ല, എന്താണ് ഇതിന് പറയുക, ക്രോക്കറി ഐറ്റംസ്, അങ്ങനെ എന്തൊക്കെയാണ് അച്ഛനും എല്ലാത്തെല്ലാം കിട്ടുമെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ഓരോ പ്രാവശ്യം ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലായിട്ട് അച്ഛനും മെയിനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കാരണം ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ലാസ്റ്റ് മൊമെൻറ്റേക്ക് വെച്ചാൽ ഒന്നും നടക്കില്ല. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് ഇങ്ങനത്തെ പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളും കൂടെ, ഇങ്ങനത്തെ ഈ ഡബ്ബകൾ, അതായത് അരി പാത്രം ഒക്കെ ഇട്ട് വെക്കുന്ന ഡബ്ബ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ തിരക്കിൽ വീട്ടിൽ അതൊന്നും വാങ്ങാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ പഴയത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ അങ്ങനെ വാങ്ങിയിട്ട് അതിൽ തന്നെ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് വാങ്ങണം എന്നിങ്ങനെ കുറേ ദിവസം ഒരു ദിവസം സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ എന്താ പറയുക, അതൊക്കെ വന്ന് കുറേ 5 കിലോൻ്റെ 4 കിലോൻ്റെ ഡബ്ബകളൊക്കെ വാങ്ങിച്ചോട്ടെ. ഇത് വളരെ അത്യാവശ്യം. കാരണം പുട്ടുപൊടി ആയാലും നൂൽപുട്ട്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കുറേ പുട്ടുപൊടി നൂൽപുട്ട് പൊടിയൊക്കെ കൊണ്ടുവരും. പിന്നെ അരി, ഗോതമ്പ്, ഇതൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെ അച്ഛൻ നല്ല അടിപൊളി പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞ് പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് ഫുൾ ഒരു ഓണവും ഓണാഘോഷവും ഓണസദ്യയൊക്കെ ആയിട്ട് പൊളിച്ചടുക്കി. നിങ്ങളും എൻജോയ് ചെയ്തതെന്ന് വിശ്വസിക്കണം കേട്ടോ. ബൈ.